ഒരിക്കൽ ഒരു കുട്ടി വളരെ സങ്കടത്തോടെ തൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെന്ന് പറയുകയുണ്ടായി, അച്ഛാ, എൻ്റെ സുഹൃത്തുക്കളാരും എന്നെ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി കൂട്ടുന്നില്ല. അവരെപ്പോഴും എന്തൊക്കെയോ പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യുകയും കളിയാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അവരെന്നെ അവരിൽ ഒരാളെപ്പോലെ പരിഗണിക്കുന്നേയില്ല. ശരിക്കും എന്ത് മൂല്യമാണ് എൻ്റെ ജീവിതത്തിനുള്ളത്? ആർക്കും എന്നെ വേണ്ടാലോ. ഇത് കേട്ട സമയത്ത് അവനോട് മറുപടി പറയുന്നതിന് പകരം അച്ഛൻ ഒരു ചെറിയ കല്ലെടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ശേഷം അവനോട് ഇപ്രകാരം പറഞ്ഞു, മോൻ ഈ കല്ലുമായിട്ട് മാർക്കറ്റിലേക്കൊന്ന് പോവണം. അവിടുന്ന് ആരെങ്കിലും മോനോട് ഈ കല്ലിൻ്റെ വില ചോദിക്കുകയാണെങ്കിൽ അവരോട് വാ കൊണ്ട് മറുപടി പറയുന്നതിന് പകരം കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിക്കണം. ശേഷം അവർ പറയുന്ന വില അപ്പാടെ എൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്യണം. ഇത് കേട്ട സമയത്ത് മോൻ കൗതുകത്തോടെ മാർക്കറ്റിലേക്ക് ഓടുകയുണ്ടായി. അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ അവൻ്റെ മുന്നിൽ വന്നുകൊണ്ട് അവനോട് ചോദിച്ചു, മോൻ്റെ കയ്യിലുള്ള കല്ല് വിൽപ്പനക്കുള്ളതാണോ? എന്താണ് ഇതിൻ്റെ വില? ഇത് കേട്ട സമയത്ത് അവൻ വാ കൊണ്ട് മറുപടി പറയാതെ കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. ഇത് കണ്ട സമയത്ത് ആ സ്ത്രീ ചോദിച്ചു, 20 രൂപയാണോ? ഞാനിത് വാങ്ങിക്കൊള്ളാം. ഇത് കണ്ട സമയത്ത് അവന് ഭയങ്കര ആകാംക്ഷയായി. അവൻ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടിപ്പോയി. എന്നിട്ട് ആകാംക്ഷയോടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. 20 രൂപക്ക് ഒരാൾ എന്നോട് ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനിത് അവർക്ക് വിൽക്കട്ടെ. ഇത് കേട്ടപ്പോ ചെറു പുഞ്ചിരിയോടെ അച്ഛൻ അവനോട് പറഞ്ഞു, വിൽക്കാനായിട്ടില്ല. മോനിനി ഇതുമായിട്ട് പട്ടണത്തിലെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയത്തിലേക്കൊന്ന് പോകണം. അവിടെ എത്തിയിട്ട് ആരെങ്കിലും മോനോട് ഈ കല്ലിന്റെ വില എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാ കൊണ്ട് മറുപടി പറയാതെ കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിക്കണം. ഇത് കേട്ടിട്ട് മോൻ അപ്രകാരം പട്ടണത്തിലെ പ്രശസ്തമായിട്ടുള്ള മ്യൂസിയത്തിലേക്ക് പുറപ്പെടുകയുണ്ടായി. അവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു മധ്യവയസ്കനായ മനുഷ്യൻ കുട്ടിയുടെ മുന്നിലേക്ക് വന്നിട്ട് കയ്യിലെ കല്ല് കണ്ടിട്ട് ചോദിച്ചു, മോൻ ഈ കല്ല് വിൽപ്പനക്ക് വെച്ചിട്ടുള്ളതാണോ? എന്താണ് ഇതിന്റെ വില? ഇത് കേട്ടപ്പോൾ അവൻ വാ കൊണ്ട് മറുപടി പറയാതെ കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, 200 രൂപയാണോ? ഞാനിത് വാങ്ങിക്കൊള്ളാം, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ വളരെ അതിശയത്തോടെ വളരെ ആകാംക്ഷയോടെ അവൻ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഓടുകയുണ്ടായി. വീട്ടിലെത്തി അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, 200 രൂപക്ക് ഇതൊരാൾ വാങ്ങാമെന്ന് ഏറ്റിട്ടുണ്ട്, ഞാനിത് അയാൾക്ക് വിൽക്കട്ടെ. ഇത് കേട്ട സമയത്ത് അച്ഛൻ വീണ്ടും ചെറു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ആയിട്ടില്ല. മോനിനി ഈ കല്ലുമായിട്ട് പട്ടണത്തിലെ പ്രശസ്തമായിട്ടുള്ള വളരെ അമൂല്യമായിട്ടുള്ള കല്ലുകൾ വിൽക്കുന്ന ഒരു കടയിലേക്ക് പോകണം. അവിടെ വ്യത്യസ്ത തരത്തിലുള്ള കല്ലുകളുടെ ശേഖരണവും വിൽപ്പനയും ഒക്കെ നടക്കുന്നുണ്ട്. അവിടുന്ന് ആരെങ്കിലും മോനോട് ഈ കല്ലിന്റെ വില ചോദിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാ കൊണ്ട് മറുപടി പറയാതെ കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിക്കണമെന്ന് അവനോട് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ വീണ്ടും വളരെ ആകാംക്ഷയോടെ പട്ടണത്തിലെ വ്യത്യസ്ത തരത്തിലുള്ള കല്ലുകൾ വിൽക്കുന്ന കടയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള വൃദ്ധനായ മനുഷ്യൻ ഇവന്റെ കയ്യിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കല്ല് കണ്ടപ്പോൾ അവനോട് ചോദിച്ചു, മോനെ, ഈ കല്ല് വിൽപ്പനക്കുള്ളതാണോ? വളരെ വ്യത്യസ്തമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു കല്ലാണത്. എന്താണ് ഇതിന്റെ വില? മോൻ എത്ര രൂപക്കാണ് ഇത് വിൽക്കുന്നത്? ഇത് കേട്ട സമയത്ത് അവൻ വാ കൊണ്ട് മറുപടി പറയാതെ കയ്യിലെ 2 വിരലുകൾ ഉയർത്തി കാണിച്ചു. ഇത് കണ്ടപ്പോ അദ്ദേഹം ചോദിച്ചു, 2000 രൂപയാണോ? ഞാൻ വാങ്ങിക്കൊള്ളാം, എനിക്കിത് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ടപ്പോ അതിശയത്തോടെ വളരെ ആകാംക്ഷയോടെ അവൻ ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാട്ടോ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും അച്ഛൻ്റെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അച്ഛൻ അവനോട് മറുപടി പറഞ്ഞു, മോനെ ഒരു പാഠം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ 3 സ്ഥലത്തേക്കും ഞാൻ അയച്ചത്. ജീവിതത്തിൽ നമ്മളെ വളരെയധികം സ്നേഹിക്കുന്ന, നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ചില ആൾക്കാരുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളെ ലൈഫ് വളരെ വാല്യുബിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതല്ലാത്ത ചില ആൾക്കാരുടെ അടുത്താണ് നമ്മുടെ സമയം നമ്മൾ ചെലവഴിക്കുന്നതെങ്കിൽ മോന് മാർക്കറ്റിലും മ്യൂസിയത്തിലൊക്കെ പോയതുപോലെ നമുക്ക് കിട്ടേണ്ട ഒരു വാല്യൂ നമുക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് മോനെ വളരെയധികം സ്നേഹിക്കുന്ന, സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ പോയി കളിച്ചാൽ മതി കേട്ടോ. ഇത് കേട്ട സമയത്ത് അവന് വളരെ സമാധാനമായി സന്തോഷമായി അവൻ മടങ്ങി പോവുകയും ചെയ്തു. ശരിക്കും അച്ഛൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിലും നമ്മൾ
നമ്മളെ നമ്മളായി സ്വീകരിക്കുന്ന ആൾക്കാരുടെ കൂടെ ജീവിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ലൈഫ് വളരെ വേർത്തിയായിട്ടും വാല്യബിൾ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുക. അത്തരത്തിൽ എല്ലാവർക്കും നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.